സ്നേഹവീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ.ആർ ട്രേഡേഴ്സ്. പെയിന്റ് ആൻഡ് ഹാർഡ്വെയർസിന്റെ വർണ്ണ വിസ്മയ ലോകം. ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ. വീടുകൾ മനോഹരമാക്കാൻ ബർജർ പെയിന്റിന്റെ വർണ്ണ വിസ്മയ ലോകം തീർത്തുകൊണ്ട് എ.ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു. എ.ആർ ട്രേഡേഴ്സ്, പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ, പഴയന്നൂർ ഹൈസ്കൂൾ റോഡ്, എ.ആർ കോംപ്ലക്സ്. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലംനിറ ചടങ്ങുകൾ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായി നടന്നു. ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങുകൾക്ക് നൂറുകണക്കിന് ഭക്തജനങ്ങൾ സാക്ഷ്യം വഹിച്ചു. ക്ഷേത്ര ഗോപുരത്തിന് പുറത്ത് അരിമാവണിഞ്ഞ് നാക്കിലിയിൽ വെച്ചിരുന്ന കതിർക്കച്ചകൾ മേൽശാന്തി ഗോപാലകൃഷ്ണൻ അയ്യരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജിച്ചു. തുടർന്ന് കീഴ്ശാന്തിമാർ കുത്തുവിളക്കിന്റെയും ശംഖനാദത്തിന്റെയും അകമ്പടിയോടെ കതിർക്കച്ചകൾ തലയിലേറ്റി ക്ഷേത്രം വലം വെച്ച് ശ്രീകോവിലിൽ എത്തിച്ചു. തുടർന്ന് ഐശ്വര്യത്തിനായി ലക്ഷ്മി പൂജയും നടന്നു. ചടങ്ങുകൾക്ക് മേൽശാന്തി ഗോപാലകൃഷ്ണൻ അയ്യർ, കീഴ്ശാന്തി ഹരിഹര അയ്യർ, ക്ഷേത്രം കോമരം പള്ളിയത്ത് മാധവൻ നായർ എന്നിവർ നേതൃത്വം നൽകി. പൂജകൾക്കു ശേഷം അനുഗ്രഹം ചുരിഞ്ഞ നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി വിതരണം ചെയ്തു. ഭക്തർക്കേറെ പ്രിയങ്കരമായ ഈ കതിരുകൾ വീടുകളിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. ദേവസ്വം ഓഫീസർ പി.വി. ഹരികൃഷ്ണൻ, ക്ഷേത്രം ഊരാളൻ, കേളത്ത് പാർവതി വലിയമ്മ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും തുടർന്ന് ആനയൂട്ടും നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. വളരെയധികം ഭക്തജനങ്ങളുടെ തിരക്കുണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെയും സഹകരണമുണ്ട്. ഈ വർഷം നമ്മളുടെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ആഗസ്റ്റ് 15-നാണ്. അതിഗംഭീരമായിട്ട് തന്നെയാണ് അത് നടത്താൻ വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കുക. കൂടുതൽ കാര്യങ്ങൾ ദേവസ്വം ഓഫീസർ പറയും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇല്ലംനിറ ഈ തട്ടകത്തെ ദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. അത് പ്രകാരം തന്നെ എല്ലാ ഭക്തജനങ്ങളുടെയും സജീവ പങ്കാളിത്തത്തോടു കൂടിയിട്ട് തന്നെയാണ് ഇല്ലംനിറ കഴിഞ്ഞിട്ടുള്ളത്. വളരെ സന്തോഷം. ഇതുപോലെ തന്നെ ഇനി ഓഗസ്റ്റ് 15-ാം തീയതി നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഇത് പ്രകാരം തന്നെ വളരെ വിപുലമായിട്ട് നമുക്ക് നടത്തണം എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളുടെയും ഭക്തരുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും 15-ാം തീയതി ആനയൂട്ടിനായിട്ടും ഗണപതി ഹോമത്തിന് പങ്കുകൊള്ളാൻ വേണ്ടിയിട്ട് ഭഗവതി നാമത്തിൽ സ്വാഗതം ചെയ്യും. ന്യൂസ് ഡെസ്ക് CCV.